എന്തെങ്കിലും വിവരം കിട്ടിയോ? സൈബർ സെല്ലിൽ ഒരു ഫ്രണ്ട് വഴി രാജീവിന്റെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. വെരി ഗുഡ്. എന്നിട്ടും ഗുണമുണ്ടായില്ല. ഞാൻ അവിടെ എത്തും മുമ്പ് രാജീവ് മിസ്സിംഗ് ആയി. മിസ്സിങ്ങോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അന്വേഷിച്ച് ഞാൻ എത്തിയത് ഒരു ഒറ്റപ്പെട്ട വലിയൊരു വാട്ടർ ടാങ്ക് ടവറില്. ഒട്ടും ശരിയല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ. അത് കണ്ടപ്പോ തന്നെ എനിക്കെന്തോ രാജീവ് ഒളിച്ചോടിയതായിട്ടല്ല തോന്നുന്നത്. പിന്നെ രാജീവിനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്താണെന്നൊരു സംശയമുണ്ട്. വാട്ട്? കിഡ്നാപ്പിംഗോ? ബ്രോ എന്തൊക്കെയാ പറയുന്നേ? അതെ, ഞാൻ പറഞ്ഞ സ്ഥലമില്ല. അവിടുന്ന് രാജീവിന്റെ ഫോൺ കിട്ടി. മാത്രമല്ല അവിടെ ആരോ കെട്ടിയിട്ടിരുന്നതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ രാജീവിനെ ആരോ കിഡ്നാപ്പ് ചെയ്താണെന്ന് സംശയം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും? അല്ല, എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? നോ ഐഡിയ. അതിപ്പോ രാജീവിനെ കണ്ടെത്തിയാലേ അതിനുള്ള ഉത്തരം കിട്ടും. എന്ന് പറഞ്ഞാ ഇപ്പൊ തന്നെ സമയം പോയി. ഇരുട്ട് മുമ്പ് രാജീവിനെ അമ്മയുടെ മുമ്പിൽ എത്തിക്കണ്ടേ? ഇനിയിപ്പോ എവിടെ പോയി തിരക്കും നമ്മള്? അതിപ്പോ എന്റെയും ടെൻഷൻ. അമ്മ പറഞ്ഞ സമയത്തിനുള്ളിൽ രാജീവിനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ ചെയ്യും. നിറത്തോക്കാ മുന്നിൽ വെച്ചിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, നേരെ വീട്ടിലേക്ക് പോയി അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുക. ഞാൻ പോയി രാജീവിനെ കുറിച്ച് പോലീസ് ഫ്രണ്ടുമായി സംസാരിച്ചിട്ട് ഉടനെ വരാം. ശരി ബ്രോ, എന്നാ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകും. ശരി, അതാ നല്ലത്. ചെല്. ഹലോ അന്തേ, നിനക്കൊരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട്. ഷോക്കിംഗ് ന്യൂസോ? അതെന്താ? സിറ്റിയിലെ വാഹന പരിശോധനയ്ക്കിടെ ആയുധം കയ്യിൽ വെച്ചിരുന്നതിന് 3-4 പേരെ അറസ്റ്റ് ചെയ്തു. നന്നായി ചോദ്യം ചെയ്തപ്പോൾ രാജീവിനെ കിഡ്നാപ്പ് ചെയ്ത് അവരാണെന്നാ പറഞ്ഞത്. രാജീവ് ഇപ്പോഴും മിസ്സിങ്. പക്ഷേ ഷോക്കിംഗ് ന്യൂസ് അതൊന്നുമല്ല. രാജീവിനെ കൊണ്ടുപോയതിന്റെ പിന്നിൽ ഒരു പെണ്ണാണെന്നുള്ളതാണ്. പെണ്ണോ? What do you mean? അതെ, നിന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്ന നിന്റെ ഇളയമ്മയുടെ ബന്ധു എന്നാ പറഞ്ഞ. പേര് ജയന്തിയാണെന്നും പറഞ്ഞു. വാട്ട്? അമ്മേ, എന്തായി? രാജീവിനെ കയ്യിൽ കിട്ടിയോ? എവിടെയാ അവൻ ഒളിച്ചിരുന്നത്? രാജീവ് ഒളിച്ചോടിയതല്ല, ആരോ തട്ടിക്കൊണ്ടുപോയതാ. വാട്ട്? തട്ടിക്കൊണ്ടുപോയെന്നോ? അമ്മേ, എന്തായി? രാജീവിനെ കയ്യിൽ കിട്ടിയോ? എവിടെയാ അവൻ ഒളിച്ചിരുന്നത്? രാജീവ് ഒളിച്ചോടിയതല്ല, ആരോ തട്ടിക്കൊണ്ടുപോയതാ. വാട്ട്? തട്ടിക്കൊണ്ടുപോയെന്നോ? ആരാ നിന്നോട് പറഞ്ഞത്? ബ്രോയാ പറഞ്ഞ അമ്മേ. ആനന്ദോ? ഞാനിപ്പോ അവനെ വിളിച്ചിരുന്നല്ലോ. ഏതോ സൈബർ സെല്ലിലെ കൂട്ടുകാരൻ വഴി മൊബൈൽ ലൊക്കേഷൻ കണ്ടെത്തി രാജീവ് ഉള്ളിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അത് ശരി തന്നെയാ. ബ്രോ ലൊക്കേഷൻ കണ്ടെത്തി എത്തിയപ്പോ രാജീവിനെ അവരവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. പക്ഷെ രാജീവിന്റെ മൊബൈൽ ബ്രോയ്ക്ക് കിട്ടി. മൊബൈലിൽ കിടന്നെടുത്ത് ഒരാളെ കെട്ടിയിട്ടതിന്റെ എല്ലാ അടയാളങ്ങളും ഉണ്ടായിരുന്നു. അതാ ബ്രോ ഉറപ്പിച്ച് പറഞ്ഞത് രാജീവിനെ കിഡ്നാപ്പ് ചെയ്താണെന്ന്. ബ്രോ ഇപ്പൊ അവരെ തെരഞ്ഞു പോയിരിക്കുക. എങ്ങനെയായാലും രാജീവിനെ കണ്ടെത്തി കൊണ്ടുവന്നിരിക്കും. നീ അമ്മയോട് പോയി കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് അയച്ചതാ. അനിയൻകുട്ടാ, അനിയൻകുട്ടാ, മോനെ, അനിയൻകുട്ടാ, അനിയൻകുട്ടാ,
ഇതിനകത്ത് അടച്ചിട്ടത്? വെള്ളം വെള്ളം വെള്ളം. പതിയെ. അയ്യോ. പതിയെ. ചേച്ചി വെള്ളം. ഇവിടെ ഇരിക്കെ. ചേച്ചി ഇപ്പൊ വെള്ളം കൊണ്ടുവരാം. ദാ, കുടിക്ക്. മോനെ അയ്യോ എന്തു പറ്റി? എവിടെയായിരുന്നു ഇവൻ? അത് അവിടെ ചായ്പില് ആരോ ഇവനെ പൂട്ടിയിട്ടതാച്ചാ. കൂട്ടിടാനോ? ആര്? അച്ഛാ, ആ വിലാസിനി മേഡവും ജയന്തിയും കൂടിയാ എന്നെ വലിച്ചഴിച്ചോണ്ട് വന്ന് ആ പെട്ടിയിൽ അടച്ചത്. ജയന്തി വിലാസിനി മേഡോ? നീ എന്തൊക്കെയായി പറയണേ? അവരെന്താ നിന്നോട് ഇങ്ങനെ ചെയ്യാൻ? കാരണമുണ്ട്. ചേച്ചിയുടെ ഈ കല്യാണം മുടങ്ങാൻ കാരണം ആ ജയന്തിയാ. നീ എന്തൊക്കെ ഈ പറയുന്നേ? കല്യാണിയുടെ കല്യാണം മുടക്കാൻ കാരണം ജയന്തിയാണോ? അതേ അച്ഛാ, കല്യാണ മണ്ഡപത്തിൽ നിന്നും ആ ദുഷ്ടത്തി ജയന്തി രാജീവ് സാറിനെ ഗുണ്ടകളെ കൊണ്ട് തട്ടിക്കൊണ്ടുപോയതാ. അതാ കല്യാണം മുടങ്ങിയത്. ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. ആ രാജീവിനെ ചില ഗുണ്ടകൾ ചേർന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാ ഞാൻ പറഞ്ഞിട്ട്. ആനന്ദേട്ടനും ഞാനും തമ്മിലുള്ള കല്യാണം മുടക്കിയ ആ കല്യാണി രാജീവിനെ കെട്ടി അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ടെന്ന് ഞാൻ കരുതി. ഇതൊക്കെ നിങ്ങളുടെ പരിപാടിയായിരുന്നല്ലേ? കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ തന്നെ ഇതെല്ലാം മാഡത്തോട് പറയാൻ പോവാ. ഞാൻ ഈ പറയുന്ന സത്യം അച്ഛാ. അല്ലാതെ ഒറ്റയ്ക്ക് എനിക്കൊരു പെട്ടി കയറി പൂട്ടിയിരിക്കാൻ പറ്റുമോ? നമുക്കിത് ഇപ്പൊ തന്നെ മാഡത്തോട് പറയണം. ആ ദുഷ്ടതകളെ വെറുതെ വിടരുത്. ബ്രോ എന്തായി? ആനന്ദേ, രാജീവിനെ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ ശരിയാണോ? അതോ വെറും സംശയമാണോ? അരവിന്ദിനോട് പറയുമ്പോഴും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അത് കൺഫേം ആയി. രാജീവിനെ തട്ടിക്കൊണ്ടു പോയതാ. ആനന്ദേ, അങ്ങനെയാണെങ്കിൽ അതാര്? രാജീവ് ഇപ്പൊ എവിടെയുണ്ട്? രാജീവ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ രാജീവിനെ കിഡ്നാപ്പ് ചെയ്ത ആരാണെന്ന് മനസ്സിലായി. പറ ആനന്ദേ, ആരാ ആരാ അത് ചെയ്തേ? വേറെ ആരുമല്ല, ജയന്തിയ. വാട്ട്? ജയന്തിയോ? നീ എന്താ ആനന്ദ ഈ പറയുന്നേ? രാജീവിനെ തട്ടിക്കൊണ്ടുപോയത് വിലാസിനിയുടെ ആങ്ങളയുടെ മോള് ജയന്തിയാണെന്നോ? ഏയ്, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലോ. ആദ്യം കേട്ടപ്പോ ഞാനും വിശ്വസിച്ചില്ല. അല്ല ബ്രോ, ഇത് സംഗതി കറക്റ്റ് അല്ലേ? അല്ല, അവളെന്നെ രാജീവിനെ കിഡ്നാപ്പ് ചെയ്യുന്നേ?
പോലീസ് സംശയത്തിന്റെ പേരിൽ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം ഇത്. മാഡം മാഡം ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട്. രാജീവിനെ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാ. അയാൾ ഒളിച്ചോടിയതല്ല. മോനെ ശരിക്കും പറഞ്ഞു കൊടുക്കും മാഡത്തിനോട്. വിലാസിനി, വിലാസിനി, മാഡം അവരിവിടെ ഇല്ല. ജയന്തിയോടൊപ്പം എങ്ങോട്ട് പോകുന്നുണ്ട്. ആനന്ദേ, എനിക്ക് ഉടനെ അവളെ കിട്ടണം. ഉം. ഈ കാണുന്ന ദ്രോഹങ്ങൾ ചെയ്തത് മാത്രമല്ല, ഒരു കുട്ടിയുടെ ജീവിതം തുലയ്ക്കാനും അവൾ ശ്രമിച്ചു. വിലാസിനിയും ജയന്തിയും എവിടെ പോയാലും കണ്ടെത്തി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. ഇന്നത്തോടെ തീർക്കും രണ്ടിനെ ഞാൻ. ചേച്ചി, എന്നെ തേടി ഇനി പോണ്ട ചേച്ചി. ഞാനിങ്ങ് എത്തിക്കഴിഞ്ഞല്ലോ. രാജീവിനെ കാണാതായതിൽ നിനക്ക് വല്ല പങ്കുണ്ടോന്ന് ചോദിച്ചപ്പോ നിനക്കതുമായി യാതൊരു ബന്ധവും ഇല്ലാന്ന് സത്യം ചെയ്തവളല്ലേ നീ? എന്റെ മുമ്പിൽ ഇത്രയും വലിയ കള്ളം പറഞ്ഞ നിന്നെ ഞാൻ... ആന്റി,
അഖില മാഡത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ടാളും അനുസരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മാഡം ഇതുവരെ പറഞ്ഞില്ല. ചെയ്യേണ്ടത് ഒരല്പം കടുത്ത കയ്യാ. രണ്ടാളും ഇപ്പോ ഈ നിമിഷം എന്നോടൊപ്പം അമ്പലത്തിൽ വരണം. ഞാൻ നിങ്ങളുടെ വിവാഹം നടത്താൻ പോവാ. വിവാഹം? ആന്റി ആന്റി എന്തൊക്കെയായി പറയുന്നേ? അഖിലാന്റിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണമെന്നോ? അതേടി, അതെ. എനിക്കറിയാം ഇത് നിങ്ങൾ രണ്ടാളെയും ഞെട്ടിക്കുമെന്ന്. പക്ഷേ ഇനി ഇതിനെപ്പറ്റി ഒരക്ഷരം പറയാൻ നിനക്ക് അധികാരമില്ല. അല്ലെങ്കിൽ ഈ രാജീവിനെ ഗുണ്ടകളെ വെച്ച് തട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് ഒരു വാക്ക് നിനക്ക് എന്നോട് ചോദിക്കായിരുന്നു. ചോദിച്ചോ? ഇല്ലല്ലോ. ആന്റി ആന്റിയോട് ചോദിക്കാതെ ചെയ്ത തെറ്റ് തന്നെയാ. സമ്മതിക്കുന്നു. എന്നുവെച്ച് ഇത്രയും വലിയ ശിക്ഷയൊക്കെ എന്തിനാ? സോറി ആന്റി, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് തയ്യാറല്ല. ആന്റിയോട് ചോദിക്കാതെ ചെയ്ത തെറ്റ് തന്നെയാ. സമ്മതിക്കുന്നു. എന്നുവെച്ച് ഇത്രയും വലിയ ശിക്ഷയൊക്കെ എന്തിനാ? സോറി ആന്റി, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് തയ്യാറല്ല. തയ്യാറല്ലെങ്കിൽ രണ്ടുപേർക്കും പോവാം. ഞാൻ വിട്ടു ഈ കേസ്. പക്ഷെ ഒന്നോർത്തോ, ഇത് ശിക്ഷയല്ല, രക്ഷയാ. അഖിലാണ്ടേശ്വരി നിങ്ങൾക്ക് വിധിക്കുന്ന വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം, ഒരേ ഒരു കച്ചിത്തുരുമ്പ്. നീ ഈ ചെയ്തത് എത്ര വലിയ ക്രിമിനൽ കുറ്റമാണെന്നറിയോ? മാത്രമല്ല, നീ ഈ കളിച്ചിരിക്കുന്നത് സാധാരണക്കാരിയോടല്ല, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയോടാ. ഈ സമൂഹത്തിൽ അഖിലേച്ചിയുടെ ബന്ധങ്ങൾ അറിയോ നിനക്കൊക്കെ? അവരൊന്ന് കൈഞ്ഞൊടിച്ചാൽ ഇവിടെ പലതും നടക്കും, കൊലപാതകങ്ങൾ ഉൾപ്പെടെ. ഭയങ്കര ദുരഭിമാനി ആ സ്ത്രീ. അവരുറപ്പിച്ച ഈ കല്യാണം മുടക്കിയ നിന്നെയും ഈ രാജീവിനെയും അവര് വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? കൊന്നു കൊലവിളിക്കും, അതുറപ്പാ. അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് രണ്ടുപേരും കൂടി കല്യാണം കഴിക്കും. താലിമാലയും കഴുത്തിലിട്ടോണ്ട് നിങ്ങൾ ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. അപ്പോഴേ അവര് നിങ്ങളെ അനുഗ്രഹിച്ചില്ലെങ്കിലും കൊല്ലാതെയെങ്കിലും വിടൂ. നോക്ക്, ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ ഈ നിമിഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. പറയും, യെസ് ഓർ നോ.